ഞാൻ ഒരു റിട്ടയർഡ് മാഷാണ്. പിന്നെ ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടതാണ്. അപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ എൻ്റെ മരുമക്കൾക്കൊക്കെ ഇത് വിട്ടു, മക്കൾക്കൊക്കെ വിട്ടു. പക്ഷേ അവരൊക്കെ ഓരോരോ പഠന ഗ്രൂപ്പുകളിൽ ഉണ്ടായതുകൊണ്ട് ഒരു മരുമകൻ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഏതായാലും ഇതിൻ്റെ പ്രചരണം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. കാരണം ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഓൺലൈൻ ആകുമ്പോഴൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒഴിവുള്ള സമയത്ത് പഠിച്ചാൽ മതി. പക്ഷേ 24 മണിക്കൂർ എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. അതിൻ്റെ ഇടയിൽ റിപ്പോർട്ട് കൊടുത്തോളാം. പക്ഷേ ഇതിൻ്റെ അഡ്മിന്മാരോടൊരു അഭ്യർത്ഥന ഉള്ളത് എന്താ വെച്ചാൽ ഒന്നും കൂടി ലൂസാക്കിയിട്ട് കുറച്ചും കൂടി ആൾക്കാരെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നോ, എനിക്ക് മൂപ്പര് പറഞ്ഞ പോലെ ഒരു പേടി ഉണ്ടായിരുന്നു, ഇന്നതൊന്ന് ഔട്ടാക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നോ, ഖുർആൻ പഠിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹത്തിൽ നടക്കുമായിരുന്നു, പക്ഷേ അത് സാധിക്കണില്ല. പക്ഷേ ഈ ഓൺലൈൻ വീണ് കിട്ടിയപ്പോൾ ഞാനത് ഉപയോഗപ്പെടുത്തണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ ഇവരിടക്കിടക്ക് ഭീഷണിപ്പെടുത്തും, ദാ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കും, ഇങ്ങനെയാണെങ്കിൽ ഒഴിവാക്കും. അപ്പം ഞാൻ പേടിച്ചു, ഇതൊന്നും ഒഴിവാക്കി ഇനി ആരാ ഉണ്ടാകുക എന്നൊരു പേടിയുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നിക്കണു. ഇനി പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹത്തിലും നിയ്യത്തിലും തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ ഹർഫിന് നമുക്ക് കൂലി കിട്ടുന്നതാണ്. പിന്നെ അത് പഠിപ്പിക്കണവർക്ക് എത്ര കൂലി ഉണ്ടാവും? അപ്പോൾ അതൊക്കെ അല്ലാഹു തആല തരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സമയം അതിക്രമിച്ചു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏതായിരുന്നാലും കുറച്ചും കൂടി ആൾക്കാരെ നമുക്ക് ഈ നന്മയിലേക്ക് ക്ഷണിക്കണം. നന്മയിലേക്ക് ക്ഷണിക്കുന്നതിന് അതിനുള്ള പ്രതിഫലം ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ.